ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം ഞാൻ നേരെയാണ്. ഇന്ന് തിരുവോണമാണ് കേട്ടോ. ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അവിട്ടത്തിനോ ചതയത്തിനോ ആയിരിക്കും. എന്താണ് ഞാൻ അവിട്ടം ചതയം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിട്ടത്തിന് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് ചതയത്തിന് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ തിരുവോണ ദിവസം രാവിലെ കുളിച്ചിട്ട് വന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉറുമ്പിന് തീറ്റ കൊടുക്കുക എന്ന് പറയും. ഉറുമ്പിനെ തീറ്റിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എത്ര ഇടത്ത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 വാഴയില കഷ്ണങ്ങൾ ഇതുപോലെ എടുക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു തിരി കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അരി അടുപ്പിൽ വെച്ച് ചൂടാക്കും. അതിനുശേഷം അത് മിക്സിയിൽ വെച്ച് പൊടിച്ച് കുറച്ച് തേങ്ങ ചിരകിയത് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കുകയെ. എന്നിട്ട് ഈ 4 ഇലകളും വീടിൻ്റെ 4 മൂലകളിലായിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കും ഉറുമ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ തന്നെ അത് തയ്യാറാക്കി ഞാനും അമ്മയും കൂടെ വീടിൻ്റെ 4 മൂലയിലോട്ടും അത് വെക്കാനായിട്ട് പോവാണേ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോയെന്നും ഇനി തിരുവോണ ദിനത്തിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ 4 മൂലകളിൽ ഞങ്ങളത് കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ അരിയുടെ ആ മിക്സ് നമ്മൾ വീട്ടിലുള്ളവരെടുത്ത് കഴിക്കുവേ. അപ്പോൾ ഇത് കഴിച്ചാണ് നമ്മുടെ തിരുവോണ ദിനം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ട് വന്നതിൻ്റെ ഉദ്ദേശം അത്തപ്പൂ ഇടുക എന്നുള്ളത് മാത്രമാണ്. കാരണം പാച്ചക്കുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് അത്തപ്പൂ ഇടുന്നത് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അതെല്ലാം വാരി വലിച്ച് കളയും. അപ്പോൾ ഇതേ നമ്മൾ കാർ ഇടുന്ന ഷെഡിൻ്റെ അവിടെ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെയാണ് ഇത്തവണ അത്തപ്പൂ ഇടാനായിട്ട് പോകുന്നത്. സാധാരണ മുറ്റത്താണ് ഇടാറ്. പിന്നെ ഇത്രയും നാൾ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത്തപ്പൂ ഇടുമ്പോൾ എൻ്റെ നാത്തൂന് ഇവിടെ ഉണ്ട്. കാരണം അവൾ കല്യാണം കഴിഞ്ഞ് പോയാലും ആ തിരുവോണ ദിവസം വീട്ടിലുണ്ടാകാറുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ അവൾ പ്രസവിച്ച് കിടക്കുന്ന സമയമായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അവൾ അവളുടെ വീട്ടിലായിരുന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് അത്തപ്പൂ ഇടാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇത്തവണ ഒരുപാട് ജമന്തി പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് കളറിലായിരുന്നു കൂടുതൽ, പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു. അത് കൂടാതെ വീടുകളിൽ കാണുന്ന എല്ലാ പൂക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്തപ്പൂ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വട്ടമൊന്നും വരച്ചില്ല, കാരണം ഓൾറെഡി ലേറ്റായി. ഞാൻ 5:30 എഴുന്നേക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറുമ്പിനെ തീറ്റിച്ച് വന്നപ്പോഴത്തേക്കും സമയം ഒരുപാട് പോയി. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിൽ ഞാൻ അങ്ങ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വട്ടമൊക്കെ ആകുമെന്ന് വിചാരിക്കുന്ന അവസാനം വരുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് കാപ്പിയൊക്കെ അമ്മ കൊണ്ട് തന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാനിങ്ങനെ പൂ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ പാച്ചിക്കുട്ടനും അച്ഛനും ഒക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടനെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പൂവൊക്കെ മുറിച്ചു തന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അത്തപ്പൂവൊക്കെ ഇട്ടു അവരുടെ ഹെൽപ്പോടുകൂടി. അങ്ങനെ നമ്മുടെ അത്ത ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഈ തവണ ഭയങ്കര വലിയൊരു അത്താണ് ഞങ്ങൾ ഇട്ടത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ജമന്തിപ്പൂ ഒരുപാട് വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അത്തപ്പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഇതിന് നല്ല റേറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അത്തപ്പൂ ഞാൻ ഭയങ്കര കട്ടിക്കാണ് കേട്ടോ അത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതുപോലെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അത്തമൊക്കെ ഇട്ട് ഞങ്ങൾ കഴിഞ്ഞു. അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. അവിടെ അകത്ത് ചേട്ടൻ്റെ അമ്മയുണ്ട്. അമ്മയെ കാണിക്കാൻ പറ്റില്ല, അമ്മയോട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും പാച്ചിക്കോട്ട കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഉപ്പാപ്പൻ്റെ കൂടെ കടയിൽ പോയിട്ടൊരു കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചു. അതിനുശേഷം നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ചായയും പഴവും കറിയും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് സമയം പാച്ചിക്കുട്ടൻ്റെ കൂടെ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. കാരണം അടുക്കളയിൽ ഇന്ന് അമ്മയും എൻ്റെ 2 അമ്മമാരുമാണ് അടുക്കളയിൽ. അപ്പോൾ അവരാണ് അടുക്കളയിലെ കാര്യമൊക്കെ നോക്കുന്നത്. ഞാൻ പാച്ചക്കുട്ടനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിതേ റെഡിയായി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പാച്ചിക്കുട്ടൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ. ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോൾ ഞാൻ ആദ്യം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ് പാച്ചിക്കുട്ടൻ്റെ ഒരു മുണ്ടും ഷർട്ടും എടുത്താലോ എന്ന്. ചേട്ടന് പക്ഷേ അതത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് നേരെ ഞങ്ങൾ ടീഷർട്ടിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഷർട്ട് അവിടെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഏട്ടനാണ് ഇത് സെലക്ട് ചെയ്തെടുത്തത്. പക്ഷേ അത് നന്നായിട്ട് പാച്ചിക്കുട്ടന് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കഷ്ടപ്പെട്ട് പാച്ചിക്കുട്ടൻ്റെ ഫോട്ടോസ് എടുക്കുന്ന ചടങ്ങുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടോ. ചോറ്, നമ്മുടെ ഉപ്പേരി, പരിപ്പ്, പച്ചടി, ഇഞ്ചിക്കറി, അച്ചാറ്, കിച്ചടി, അവിയൽ, മോര്, തോരന്, സാമ്പാർ, പപ്പടം, അങ്ങനെ പായസം, സേമിയ പായസമാണ് ഇന്നിവിടെ വെച്ചത്. അങ്ങനെ എല്ലാം ഇവിടെ തയ്യാറായി മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാട്ടോ. അങ്ങനെ ഊണൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആദ്യം ഒരു വാഴയില ഇട്ടിട്ട് തയ്യാറാക്കിയ എല്ലാ വിഭവവും അതിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കട്ടോ. ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ചെയ്യാറുണ്ടോ എന്നൊന്ന് പറയണേ. അങ്ങനെ ഇലയിലെല്ലാം വിളമ്പി ഞങ്ങൾ മേശപ്പുറത്ത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യം കഴിക്കാൻ കൊടുത്തത് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്, പാച്ചിക്കുട്ടനാണ് കേട്ടോ. പാച്ചിക്കുട്ടൻ്റെ 2ാമത്തെ ഓണമാണ് ഇത്. പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം പാച്ചിക്കുട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ സദ്യയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പാച്ചിക്കുട്ടൻ്റെ ഓണം, നമ്മൾ ആദ്യത്തെ ഓണം
എന്ന് പറയുമല്ലോ, ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല, നിന്നെക്കാട്ടി കൂടുതൽ ഓണമുണ്ട് ആളാണ് ഞാനെന്നൊക്കെ പറയുന്ന പോലെ പാച്ചിക്കുട്ടൻ ആദ്യം ഓണം മുണ്ട് തുടങ്ങുന്ന വർഷമാണ് ഇത്. പാച്ചുക്കുട്ടന് ചോറ് വിളമ്പി കൊടുത്തപ്പം ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ കുട്ടികൾ ചോറൊക്കെ ഇങ്ങനെ കൈയിട്ട് അളിച്ച് വാരി കഴിക്കുന്നതും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് വെച്ച് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷേ എൻ്റെ പാച്ചുക്കുട്ടൻ ഒരു പപ്പട കൊതിയനായതുകൊണ്ട് തന്നെ അവൻ പപ്പടം മാത്രം എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം പപ്പടം അതിൽ പൊടിച്ചിട്ട് കൊടുത്തപ്പോഴാണ് അവൻ ഒരു പപ്പടത്തിൻ്റെ കൂടെ ചോറൊക്കെ എടുത്ത് വായിൽ വെച്ചത് കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ഉപ്പാപ്പൻ അടുത്ത് വന്നിരുന്നപ്പോഴേക്കും അവൻ എല്ലാ കറിയും കൂട്ടി അവന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. 2-3 അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവന് വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അവൻ തന്നെ ഇലയൊക്കെ നീക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങ് പോന്നേ. അതിനുശേഷം ഏട്ടൻ്റെയൊക്കെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ആദ്യം ഓണസദ്യ വീട്ടിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പോൾ അവർ കഴിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഇതിൻ്റെ ഇടയിൽ ഞാൻ പാച്ചക്കുട്ടന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയേ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന ചേട്ടനുണ്ട്, ഈ ചേട്ടൻ്റെ ഫ്രണ്ടാണ്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനൊരു നോൺ വെജുകാരിയാണ് കേട്ടോ. നോൺ വെജ് ഉണ്ടെങ്കിൽ എനിക്ക് ചോറൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ സദ്യ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയോടെയാണ് ഞാൻ. എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സദ്യ ആയിരിക്കും കേട്ടോ പറയുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. നമ്മുടെ അമ്പലങ്ങളിലേക്ക് ഉത്സവമൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ എല്ലായിടത്തും പോയി സദ്യ കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് സദ്യ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവിടെ ആകെ പാട്ടും മേളമൊക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി പോകുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അച്ഛൻ്റെ അനിയനാണ് താമസിക്കുന്നത്. എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ പാച്ചക്കുട്ടൻ്റെ ഉപ്പപ്പന്മാരുടെ. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പാച്ചക്കുട്ടൻ മുണ്ടും ഷർട്ടും വീണ്ടും എടുത്തിട്ടു. ആൾക്കാരെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിരുന്ന നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ഏട്ടനുണ്ട്, അച്ഛനും അനിയനും അമ്മയും എൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. നാത്തൂനൊക്കെ ഇന്ന് വൈകിട്ട് വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട്, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു മെയിൻ കടയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ അങ്ങനെ വലിയ കച്ചവടമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റൊക്കെ വലിയമ്മ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഉപ്പാപ്പന്മാരിരിപ്പുണ്ട്, ഇവിടുത്തെ ഞങ്ങളുടെ ഉപ്പാപ്പൻ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വിഷ്ണുവും ചാടിക്കയറിയിരുന്നു, ഏട്ടനും അതിൻ്റെ ഇടയ്ക്ക് ചാടിക്കയറി പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പാച്ചക്കുട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പടം ചാടി എടുത്തിട്ടുണ്ട്. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞമ്മയാണെങ്കിൽ കറികളൊക്കെ എടുത്തോണ്ട് പോവാണ്. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് നോക്കാം. ഇവിടെ ചിക്കൻ, ഉണ്ണിയുടെ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. അടുപ്പയിലിരുന്ന് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വറുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെയും സേമിയ പായസമായിരുന്നു ഇന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനും പോയിരുന്നു. ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല. ഉണ്ണിയുടെ സ്പെഷ്യൽ ചിക്കനൊക്കെയാണ് കേട്ടോ അടുത്ത് കഴിച്ചത്. വിഷ്ണുവും മിഥുനും ആണെങ്കിൽ ഒരേലയിലും ഏട്ടനും ഉണ്ണിയും ഒരേലയിലും, അങ്ങനെ 2 ഇലയിലും 4 പേരാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞമ്മയാണ് ഇവിടെ ലൈവായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈയിലേക്ക്. ഇവന്മാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വളിപ്പ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ചിരിച്ച് അവസാനം നമ്മുടെ കവിള് വേദന എടുക്കും കേട്ടോ. അതുപോലെ ഇരുന്ന് പറയും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർ പറയായിരുന്നു, പക്ഷേ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് വാരി കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നത്. അത് കണ്ടപ്പോൾ അച്ഛനും ഉപ്പാപ്പനും കൂടി അങ്ങനെ ചോറ് വാരി കൊടുക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടന് ചോറ് വാരി കൊടുക്കുന്ന മിഥുനെയാണ് നിങ്ങൾ കാണുന്നത്. ഉണ്ണി അവിടെ ഇരുന്ന് ഇലയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് പായസം കുടിച്ച ആൾക്കാരാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ മേളിൽ കുടുംബത്തിൽ പോകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കുന്നത്. ഉണ്ണിയൊക്കെ പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് അവരെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇതാണ് ഞങ്ങളുടെ വല്യമ്മ, അതായത് വീട്ടിലെ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മ കേട്ടോ. അമ്മയാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഹായ് പറയാനൊക്കെ പറഞ്ഞപ്പോഴത്തേനും അമ്മ ഹായ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന മോഹനണ്ണനാണ്. മോഹനണ്ണൻ വന്ന് വീഡിയോയ്ക്ക് ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാട്ടോ. പക്ഷേ ഇപ്പോഴും ഫുഡ് കഴിച്ച് കഴിയാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. 2nd ട്രിപ്പും 3rd ട്രിപ്പും ഒക്കെ കഴിഞ്ഞിട്ടും ഇവർ 3 പേരും ഇതുവരെ എഴുന്നേറ്റില്ല കേട്ടോ. അതുപോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് പാച്ചുക്കുട്ടൻ ദേ പൂച്ചക്കുട്ടിയെ കണ്ടു. പൂച്ചക്കുട്ടിയെ പിടിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു പൂച്ചയുണ്ട്, ഒരു തള്ളപ്പൂച്ച ഉണ്ട് കേട്ടോ. അത് ഇവൻ്റെ കട്ടിലിൽ കയറുന്ന സ്റ്റൈലാണ് കേട്ടോ. കട്ടിലിൻ്റെ സൈഡിൽ കൂടി എല്ലാ കട്ടിലും കയറത്തുള്ളൂ. അതേ ഉച്ചിമുത്തി വീഴാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും കൂടി സംസാരവും പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ പോവുക. കാരണം ഞങ്ങളുടെ അവിടെ ക്ലബ്ബിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എല്ലാവരും അങ്ങോട്ട് പോവാണ്. ഞാനും എല്ലാ വർഷവും അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ പാച്ചക്കുട്ടം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കാരണം പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പാച്ചക്കുട്ടം ഭയങ്കര ചാട്ടമായിരിക്കും കേട്ടോ. ഇന്ന് നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. വൈകുന്നേരം ഗാനമേള ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇവരെ എല്ലാവരും കൂടി ക്ലബ്ബിലേക്ക് പോവാണേ. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാത്തൂനും ആളേനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കൂടുതൽ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ ഹച്ചിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഹച്ചിക്കുട്ടൻ ദേ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ ആകെ ഒരു ഇറിറ്റേഷൻ വന്നിരിക്കുകയാണ് എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും. നാത്തൂൻ്റെ വീഡിയോ ആദ്യം എടുക്കാൻ ചെന്നപ്പോൾ അവൾക്ക് ഭയങ്കര ചാടയായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഹച്ചിക്കുട്ടനെ കണ്ട സന്തോഷത്തിലാണ്. പാച്ചുക്കുട്ടൻ അവനെ എടുക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അവള് കുഞ്ഞിനെ എടുത്തേക്കുന്നതിൻ്റെ കുശുമ്പ് കുത്തിയിട്ടാണ് പാച്ചുക്കുട്ടനും പോയി അവളുടെ മടിയിലൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ നേരെ ഗാനമേളയ്ക്ക് പോയി. അവിടെ തകർത്ത് ഗാനമേളയായിരുന്നു. ആൾക്കാരെല്ലാം ഭയങ്കര ഡാൻസും മേളമൊക്കെ ആയിരുന്നു. കാരണം വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.